ഇപ്പോൾ എൻ്റെ കുട്ടികളുടെ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു, നിങ്ങൾ സ്കൂളിലൊക്കെ പോയി പേപ്പർ കിട്ടും എന്നുള്ള ടെൻഷൻസ് ഒക്കെ ഏകദേശം ഒന്ന് ബാലൻസ് ആയിട്ടുണ്ടാവും. ടെൻഷൻ ഇല്ലയെന്ന് വെച്ച് പറയുന്നില്ല. ചില പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ടാവും, ചില മക്കൾക്ക് നല്ല മാർക്സ് ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ മോശം മാർക്സ് ആയി പോയിട്ടുണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്തൊരു റിയാലിറ്റിയിലേക്ക് എത്തി നിൽക്കുകയാണ് അല്ലേ. എന്താണ് ആ റിയാലിറ്റി? പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി പറ്റില്ല. അതുമാത്രമല്ല, എക്സാമിൻ്റെ തലേന്ന് വരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പഠിക്കാതെ ഇരുന്ന് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ ദിവസം നമ്മൾ ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു, 3 മണി വരെ പഠിച്ചു, 4 മണി വരെ പഠിച്ചു, എല്ലാം റിവൈസ് ചെയ്തു, കുറേ ചോദ്യങ്ങൾ ചെയ്തു, ഒരു കാര്യം ഉണ്ടാവില്ല. നമുക്ക് എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തം ഒരു ടെൻഷനായിരിക്കും. അത് മാത്രമല്ല, ആകെ കൂടെ നമുക്ക് എന്ത് എഴുതണമെന്ന് നമുക്ക് ഫുള്ളി ബ്ലാങ്ക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇതെൻ്റെ കുട്ടികൾ എല്ലാവരും എക്സാം ടൈമിൽ ഫേസ് ചെയ്തെന്ന് മിസ്സിനറിയാം. അതെന്നെ കാര്യം മിസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു കാര്യം മിസ് ഉറപ്പിച്ച് പറയാം അല്ലെ, നമ്മുടെ ഈ എക്സാമിന് മുൻപ്, ഓണം എക്സാമിന് മുൻപ് നമ്മുടെ ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞു പേപ്പർ ടഫാവും. നമ്മളെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും വീഡിയോസിലൂടെയും ഷോർട്സിലൂടെയും ക്ലാസ്സുകളിലും നിങ്ങളെ ഓർമ്മിപ്പിച്ചു എക്സാം ടഫാവും, പഠിക്കണം. അപ്പം നമ്മൾ ചില്ലായെടുത്തു അല്ലേ. അതേപോലെ ഒരു റിമൈൻഡർ കൂടിയാണ് മിസ് ഇപ്പോൾ പറയുന്നത്. മക്കളെ, ഇനി നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് മാസങ്ങൾ കൂടിയുള്ളൂ. ആ മാസങ്ങൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഓണം എക്സാം എത്രത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ടോ അതിൻ്റെ ഡബിൾ നിങ്ങൾ കഷ്ടപ്പെടാൻ പോവുകയാണ്. നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ല. ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ ടെൻഷൻ അടിക്കും. നമ്മുടെ ടെൻഷൻ കാണുമ്പോൾ നമ്മുടെ പാരൻസ് ടെൻഷൻ അടിക്കും. എന്തിനാണ് ഒരു കുഞ്ഞ് എക്സാമിന് വേണ്ടി നിങ്ങൾ ഇത്രത്തോളം സ്ട്രെസ്ഡ് ആവുന്നത്? അതിനുള്ളൊരു അവസരം നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്? അതിൻ്റെ ഒരു ആവശ്യവും ശരിക്കില്ല അല്ലേ. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പഠിച്ചു തുടങ്ങാമെന്ന് പറയുമ്പോൾ എല്ലാവരും ചിലപ്പം ഈ ഒരു മോട്ടിവേഷനും ഒക്കെ കേട്ടിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. പക്ഷെ ആ പഠിക്കുന്ന രീതി നിങ്ങൾ എക്സാമിൻ്റെ തലേ ദിവസം പഠിക്കാറില്ലേ? നിങ്ങൾ കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറും. അപ്പം നമ്മളൊരു സൂപ്പർ ആളായിട്ട് മാറും, ഒരു സൂപ്പർ വുമൻ അല്ലെ സൂപ്പർമാൻ ആയിട്ട് മാറും. നമ്മൾ പഠിക്കുന്നതൊക്കെ അപ്പം തന്നെ നമ്മുടെ ബ്രെയിനെ അങ്ങോട്ട് അബ്സോർബ് ചെയ്തെടുക്കും അല്ലേ. അതേ രീതിയിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റണം. അങ്ങനെ പഠിക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? എന്ത് നമ്മുടെ മൈൻഡിൽ വരണം? നമുക്കിനി സമയമില്ല എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ വരണം. അതായത് എക്സാമിൻ്റെ തലേ ദിവസം നമുക്ക് എങ്ങനെ എത്ര സ്പീഡായിട്ട് പഠിക്കാൻ പറ്റുന്നത്? കാരണം നമുക്ക് സമയമില്ല, നാളെ നമ്മളുടെ എക്സാമാണ് അല്ലേ. ആ ഒരു തോട്ട് ഇപ്പോഴേ എൻ്റെ കുട്ടികളുടെ മനസ്സിൽ വരണം. ഇനി നമുക്ക് സമയമില്ല, ഇനി ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കൂടിയേ ബാക്കിയുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുക. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിൻ്റെ തലേ ദിവസം ഇന്ന് പഠിക്കുന്നില്ലേ, അതേപോലെ എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ പഠിച്ചെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മുതൽ തുടങ്ങുന്ന ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ടൈം ടേബിൾ, നിങ്ങൾക്കൊരു ഗൈഡൻസ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ ബാച്ചസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും, ആ ലൈവ് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ചെയ്യാനുണ്ടാകും, പിന്നെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സാം ഉണ്ടാവും. ഇങ്ങനെ നിങ്ങളുടെ ഈ ഒരു ജേർണി കുറച്ചുകൂടി സ്മൂത്ത് ആക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നോട്ട്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. എന്ത് ചെയ്തു കഴിഞ്ഞാലും അൾട്ടിമേറ്റ് എന്തായിരിക്കണം? നമ്മൾ പഠിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു കാര്യം എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.